എനിക്ക് അതിയായ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. I was told that the hospital used to face power cuts and patients and doctors used to be inconvenienced. And I hope this new electricity line is going to make that a thing of the past. എന്നോട് പലരും പറയുകയുണ്ടായി, ഈ ആശുപത്രിയുടെ പ്രവർത്തന സമയങ്ങളിൽ പലപ്പോഴായിട്ട് പവർ കട്ടുകളും വൈദ്യുതി തകരാറുകളും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. പുതിയ പദ്ധതിയിലൂടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. I'm very happy to give 50 lakhs from the MP-led fund to make this possible. എന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ നൽകി ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. And I'd like to thank all the officers and people who have worked on this project to make this possible. ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ച എല്ലാ ഉദ്യോഗസ്ഥന്മാരോടും അതിനോട് സഹകരിച്ച ജനങ്ങളോടും എന്റെ അഗൈതവുമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. And I'm also happy to say that this hospital is going to be getting 5 crores as a result of the good work done by the officers of the district. ഈ ജില്ലയിലെ ഉദ്യോഗസ്ഥന്മാരുടെ വളരെ ഫലപ്രദമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായി 5 കോടി രൂപ ആസ്പിരേഷണൽ ഡിസ്ട്രിക്ട് ബോണസായി കൂടി 5 കോടി രൂപ ഈ ആശുപത്രിക്ക് അനുവദിക്കാൻ കഴിയുമെന്ന വിവരം കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. And I'm confident that that will be used productively. അത് വളരെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. എനിക്ക് ആത്മവിശ്വാസമുണ്ട്. I'm aware that this hospital was started in 1994 and was upgraded in 2013. 1994 ആരംഭിച്ച ആശുപത്രി 2013 ഇത് അപ്ഗ്രേഡ് ചെയ്യുകയുണ്ടായി എന്നുള്ള കാര്യം എനിക്ക് ബോധ്യമുണ്ട്. And it looks after the marginalized sections of our society. പാർശ്വവൽക്കരിക്കപ്പെട്ട നമ്മുടെ സമൂഹത്തിലെ ആളുകളെയാണ് ഈ ആശുപത്രി പ്രധാനമായിട്ടും പരിപാലിക്കുന്നത് എന്നുള്ള കാര്യം എനിക്കറിയാം. And is one of the few cancer treatment facilities. വളരെ അപൂർവങ്ങളിലായിട്ടുള്ള കാൻസർ രോഗത്തിന് വേണ്ടിയിട്ടുള്ള ചികിത്സാ കേന്ദ്രമായിട്ടാണ് ഇതിനെ കാണുന്നത്. I've been traveling around the country and I meet my tribal brothers and sisters across India. ഞാൻ രാജ്യത്തുടനീളം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ പട്ടികവർഗത്തിൽപ്പെട്ട സഹോദരിമാരെയും കാണാൻ ശ്രമിക്കാറുണ്ട്. Just a few days ago, I held a huge meeting in Rajasthan where I spoke to the tribal community of Rajasthan. 4 ദിവസം മുമ്പ് ഞാൻ രാജസ്ഥാനിലെ ഏറ്റവും വലിയ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു പട്ടികവർഗ സമൂഹത്തിന്റെ യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി. And I discussed with them the 2 ideologies that are fighting in the country. അവിടെ വെച്ച് ഞാൻ 2 ആശയങ്ങൾ ഈ രാജ്യത്ത് പോരാട്ടം നടത്തുന്നതിനെ കുറിച്ച് അവരോട് സംസാരിക്കുകയുണ്ടായി. See, there is the word Adivasi, which means the original owners of the land. നമുക്കറിയാം, ആദ്യകാലങ്ങളിൽ നമുക്കറിയാം കൃത്യമായ ഒരു വാചകമുണ്ട്, ആദിവാസി, ഭൂമിയുടെ യഥാർത്ഥ അവകാശി. Meaning, Adivasi means a particular wisdom. അങ്ങനെ ആദിവാസി എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു രീതിയാണ്. A particular understanding of the environment of the earth we live on. അതായത് ഭൂമിയുടെ ഘടനയെക്കുറിച്ചായാലും നമ്മുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ചായാലും കൃത്യമായിട്ടുള്ള അറിവുള്ള ഒരു സമൂഹം എന്നാണ് അർത്ഥം. A particular relationship with the planet we live on. ഈ ഭൂഭൂഖണ്ഡത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ബന്ധം വളർത്തിയെടുത്ത സമൂഹമാണ്. And Adivasi, the word Adivasi also respects and accepts the fact that our tribal brothers and sisters were the original owners of this country. ആദിവാസി സമൂഹം എന്ന് പറഞ്ഞാൽ അവർ പരസ്പരം ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള പട്ടികവർഗ സഹോദരന്മാരാണ് ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ എന്നുള്ള കാര്യം. And that also implies that the original owners of this country should be given rights on land, on forest, and should be allowed an imagination to do whatever they want. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾക്ക് അവരുടെ ഭൂമിയുടെ അവകാശം പൂർണ്ണമായി നൽകുകയും അവർക്ക്
അവിടെ പരിപാലിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. As the original owners of this land, you should be able to have your children study engineering, become doctors, become lawyers, start businesses, learn computers. ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശി എന്ന നിലയിൽ നിങ്ങളുടെ കുട്ടികൾക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാൻ കഴിയണം, ഡോക്ടറാവാൻ കഴിയണം, കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം നടത്താൻ കഴിയണം. അങ്ങനെ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ എല്ലാ സൗകര്യങ്ങളും ഈ ഭൂമിയിലെ യഥാർത്ഥ അവകാശികളായി നമ്മൾ പറയുന്ന ആദിവാസികൾക്ക് കിട്ടേണ്ടതാണ്. But you should also get rights in the forest. You should get the right to land. You should get the right to forest produce. വനാവകാശ നിയമം അനുസരിച്ച് വനത്തിലെ ഭൂമിയിൽ അവകാശം അവർക്കുണ്ടാകണം. അവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും അവർക്ക് ആവശ്യമായിട്ടുള്ള വീട് വെക്കാൻ സാഹചര്യം ഉണ്ടാവണം. അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കപ്പെടേണ്ടത് കൂടിയാണ്. You should not be restricted and categorized. നിങ്ങളെ പരിമിതപ്പെടുത്തരുത്, ഒരു പ്രത്യേക വിഭാഗമായിട്ട് മാത്രം കണക്കെടുത്ത് ആനുകൂല്യം നൽകുകയും ചെയ്യുന്നത്. The entire planet should be open to you. ഈ ഭൂഖണ്ഡമാകെ നിങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. All opportunities should be accessible. എല്ലാ അവസരങ്ങളും നിങ്ങൾക്ക് ലഭിക്കേണ്ടതാണെന്നുള്ളതാണ്. This is one idea. ഇതാണ് ഞാൻ ആവശ്യപ്പെട്ടത് അവിടെ. And there is another idea which uses the term Vanvasi. പുതിയൊരു ആശയമായിട്ട് ചിലർ വന്നിട്ടുണ്ട്. ആദിവാസി എന്നല്ല, വനവാസി എന്നുള്ള ആശയമായിട്ട്. We say Adivasi and the other side says Vanvasi. നമ്മൾ ആദിവാസി എന്ന് വിളിക്കും, മറ്റൊരു വിഭാഗം വനവാസി എന്ന് വിളിക്കും. And there is a perverted logic behind the word Vanvasi. ഈ വനവാസി എന്ന് വിളിക്കുന്നതിന്റെ പിന്നിൽ ഒരു ദുരുദ്ദേശമുണ്ട് കൃത്യമായിട്ട്. The word Vanvasi denies that you were the original owners of India. വനവാസി എന്നുള്ള വാചകം കൃത്യമായിട്ട് നിഷേധിക്കുന്നത് നിങ്ങൾ ഈ ഭൂമിയുടെ അവകാശികളാണ്, ഇന്ത്യയുടെ ഭൂമിയുടെ അവകാശിയാണ് എന്നുള്ള കാര്യമാണ്. And it also restricts you to the jungle. നിങ്ങൾ അതുകൊണ്ട് വനത്തിൽ മാത്രം പരിമിതപ്പെടുത്തുകയാണ് വനവാസി എന്ന് പറഞ്ഞാൽ. The idea behind the word Vanvasi is that you belong in the jungle and you should never leave the jungle. വനവാസി എന്ന് പറയുന്ന ആശയം നിങ്ങൾ വനത്തിന് അവകാശപ്പെട്ടതാണ്, വനം വിട്ട് നിങ്ങൾ എവിടെയും പോകാൻ പാടില്ല എന്നുള്ളതാണ് അതിന്റെ പിന്നിലെ ഹിഡൻ അജണ്ട. And this is simply not acceptable to us. We do not accept this word. ഈ കാര്യം ഞങ്ങൾ അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. ഈ കാര്യം, This word is a distortion of your history. ഇത് നിങ്ങളുടെ ചരിത്രത്തെ അട്ടിമറിക്കുന്നതിന് തുല്യമാണ്. It is a distortion of your tradition. നിങ്ങളുടെ സംസ്കാരത്തെ അട്ടിമറിക്കുന്ന തുല്യമാണ്. And it is an attack on your relationship with this country. നിങ്ങൾ ഈ രാജ്യവുമായിട്ടുള്ള ബന്ധത്തെ തകർക്കുന്ന രീതിയിലുള്ളതാണിത്. For us, you are Adivasis and we can learn from you. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പട്ടികവർഗ സഹോദരന്മാരെല്ലാവരും ആദിവാസികളാണ്. നിങ്ങളിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. Today the word environment has become fashionable. ഇന്ന് പരിസ്ഥിതി എന്ന് പറയുന്നത് ഒരു ഫാഷനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. For a few hundred years, modern society has been destroying the environment. ഒരു കുറച്ച് വർഷങ്ങൾക്ക് ഉള്ളിൽ തന്നെ നമ്മുടെ ഈ സമൂഹം തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്കാണ് നമ്മുടെ മോഡേൺ വ്യവസായ രംഗങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. Burning forests, creating pollution. കാട് കത്തി നശിക്കുന്നത് വലിയ പാരിസ്ഥിതിക ആഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. Now suddenly the word environmental protection has come. നമ്മൾ വളരെ പെട്ടെന്ന് പാരിസ്ഥിതിക സംരക്ഷണം എന്നുള്ള വാചകം കടന്നു വന്നിരിക്കുകയാണ്. But look at the wisdom of the Adivasis. പക്ഷെ ആദിവാസി സമൂഹത്തിന്റെ വിവേകം നമ്മൾ മനസ്സിലാക്കുക. They have been talking about environmental protection for 3,000, 5,000 years. കഴിഞ്ഞ 3,000-5,000 കൊല്ലങ്ങളായിട്ട് ആദിവാസി സമൂഹം ഈ പാരിസ്ഥിതിക സംരക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. We can learn from your history, from your tradition, from your way of life. നിങ്ങളുടെ ചരിത്രത്തിൽ നിന്നും നിങ്ങളുടെ ജീവിത രീതിയിൽ നിന്നും നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ ഈ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും. Not just about the environment, but about how to deal with each other. പരിസ്ഥിതി മാത്രമല്ല, നിങ്ങൾ എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുക എന്നതിനെ കുറിച്ചെല്ലാം പഠിക്കാൻ പറ്റുന്നതാണ്. How to respect each other. എങ്ങനെയാണ് പരസ്പരം ബഹുമാനിക്കുക എന്നതിനെ കുറിച്ച് പഠിക്കാൻ പറ്റുന്നത്. And of course, your children should have access to the best education, the best hospitals, the best jobs. അതുകൊണ്ട് തന്നെ ആദിവാസി സമൂഹത്തിലെ കുട്ടികൾക്ക് അവർക്ക് ഈ രാജ്യത്ത് ഏറ്റവും നല്ല വിദ്യാഭ്യാസം ലഭ്യമാകണം, ഏറ്റവും നല്ല ആശുപത്രി സൗകര്യങ്ങൾ ലഭ്യമാകണം, അങ്ങനെ ആധുനിക സൗകര്യങ്ങളെല്ലാം അവർക്ക് ലഭ്യമാകണം. We are always here
to help you, to work with you. ഞങ്ങൾ എല്ലായ്പ്പോഴും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും നിങ്ങളെ സഹായിക്കാനും നിൽക്കുന്ന ആളുകളാണ്. One of the things that someone mentioned to me on the stage was that there is a problem here of breast cancer. സ്റ്റേജിൽ ഇരിക്കുമ്പോൾ ഞാൻ കേൾക്കുകയുണ്ടായി, ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ബ്രസ്റ്റ് ക്യാൻസർ വളരെ വ്യാപകമായിട്ട് സ്ഥാനാർബുദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. And all our sisters and mothers have to come here to get screened. To have to come to one screening facility to get screened. ഇവരുടെ ആ അസുഖം പരിശോധിക്കുന്നതിന് വേണ്ടി അവർക്ക് മറ്റു പല ആശുപത്രികളിലേക്കും പോകേണ്ട സാഹചര്യം ഒരുപാട് ദൂരം സഞ്ചരിച്ച് പോകേണ്ട അവസരം ഉണ്ടാകുന്നത്. I was wondering if we could do mobile screening and send the screening facility to the houses of our sisters and mothers. ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്, ഒരു മൊബൈൽ സ്ക്രീനിങ് ഫെസിലിറ്റി ഉള്ള ഒരു വണ്ടി ആംബുലൻസുമായ ഒരു മൊബൈൽ സ്ക്രീനിങ് ഫെസിലിറ്റി നമ്മുടെ ഇത്തരം അസുഖങ്ങളുള്ള സഹോദരിമാരുടെ വീടുകളിലേക്ക് പോകുന്ന സ്കീം എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുകയാണ്. So we can catch cancer early and cure many of our sisters. അങ്ങനെയാണെങ്കിൽ ഈ രോഗത്തെ നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിക്കാനും അത് മാറ്റിയെടുക്കാനും കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്നുള്ളതാണ് പറയാൻ. I am very happy when I come to Wayanad. I have a relationship with people of Wayanad, regardless of which party they belong to. ഞാൻ വളരെ സന്തോഷവാനാണ് വീണ്ടും ഇപ്പോൾ വയനാട്ടിൽ നിങ്ങളോട് സംസാരിക്കുന്നതിൽ. പാർട്ടികളുടെ വ്യത്യാസമില്ലാതെ എല്ലാവരും എന്നെ സ്നേഹിക്കുന്നവരാണ്, ഞാൻ അങ്ങോട്ടും സ്നേഹിക്കുന്നതാണ്. Of course, we have an ideological difference with the left. ആശയപരമായി ഇടതുപക്ഷവുമായിട്ട് നമുക്കൊക്കെ ആശയപരമായ ചില വ്യത്യാസങ്ങളുണ്ട്. But when I was disqualified, the entire Wayanad supported me. ഞാൻ എന്നെ ഡിസ്ക്വാളിഫൈ ചെയ്തപ്പോൾ, പാർലമെന്റ് അംഗം എന്ന നിലയിൽ ഡിസ്ക്വാളിഫൈ ചെയ്തപ്പോൾ ഈ വയനാട് മുഴുവൻ കക്ഷി രാഷ്ട്രീയ വ്യത്യാസം എന്നെ സഹായിക്കുക, സപ്പോർട്ട് ചെയ്തതായി പിന്തുണക്കുകയുണ്ടായി. And I consider the entire Wayanad to be part of my family. ഞാൻ വിചാരിക്കുന്നത് ഈ വയനാട് എന്ന് പറയുന്ന മൊത്തം ജനങ്ങളും എന്റെ കുടുംബത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. So in that spirit, I would like to thank Justin Baby ji for his kind words. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തില് ജസ്റ്റിൻ ബേബിയുടെ നല്ല വാക്കുകളോട് ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. Thank you. നന്ദി. That was an amazing and aspiring speech by our Honorable MP, Sri Rahul Gandhi, and a great translation by our Rajya Sabha MP, Sri K.C. Venugopal. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ സ്ഥാപനം ഇതിലിപ്പോൾ ഇലക്ട്രിക്കൽ കണക്ഷൻ നൽകാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ശ്രീ ദിലീപ് രാജ്, അദ്ദേഹമാണ് ഇതിന്റെ കോൺട്രാക്ടർ. അദ്ദേഹത്തിന് ഒരു ഉപഹാര സമർപ്പണമാണ്. അദ്ദേഹത്തെ അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ ദിലീപ് രാജ്, ശ്രീ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഉപഹാരം നൽകുന്നത് നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധി MP. അടുത്തതായി നമ്മുടെ വെള്ളമുണ്ടയിലുള്ള സാളഗ്രാമ മഹാവിഷ്ണു ക്ഷേത്രം, ആ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ ബന്ധപ്പെട്ടുള്ള ഒരു ബ്രോഷർ പ്രകാശനമാണ്. അതേ ബന്ധപ്പെട്ടുള്ള ചന്ദ്രേട്ടൻ അടക്കമുള്ള ആളുകളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതിനുശേഷം രാത്രി യാത്രാ നിരോധന ബന്ധപ്പെട്ടുള്ള ഒരു നിവേദനം നൽകുന്നതിന് വേണ്ടി ഒരു കൂട്ടായ്മയുടെ വന്നിട്ടുണ്ട്. കർണാടകവുമായി আমার বাংলা, সঙ্গে থাকুন, সঙ্গে রাখুন আমার বাংলা।